ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇവിടെ നോക്കി പറയാം കേട്ടോ, എനിക്ക് ഇങ്ങോട്ട് നോക്കി പറയാൻ പറ്റാനില്ല. ഇവിടെയാണ് ക്യാമറ. എനിക്ക് അങ്ങോട്ട് നോക്കി സംസാരിച്ചിട്ട് എനിക്ക് എന്തോ പോലെ, അപ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടാട്ടോ. പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു Q&A വീഡിയോ ആണ്. ഞാൻ 2-3 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-20 എണ്ണം. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തരാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് Q&A എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ഇൻ്റർ എടുക്കാൻ പോലും പറ്റണില്ലായിരുന്നു, കാരണം എനിക്ക് ശരിയാവണില്ല. ഞാൻ എന്ത് കാണിച്ചിട്ടും എനിക്ക് ശരിയാവണില്ല. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ രമ്യ അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചേക്കണേ. എങ്ങനെയാണ് യൂട്യൂബർ ആയത്? ഒരു യൂട്യൂബർ ആകാൻ കാരണം എന്താ? സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബറാണ് ഇപ്പോൾ. പക്ഷേ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. യൂട്യൂബർ എന്ന് പറയാൻ മാത്രം ഞാൻ അങ്ങനെ ആയിട്ടില്ല. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു യൂട്യൂബർ എന്നതിൽ എനിക്കൊരു ഇത് ആവാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പൈസ ഇങ്ങനെ വളവളാന്ന് മിണ്ടും ആരും ഒന്നും കരുതരുത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ. ഇപ്പോൾ ഞാൻ യൂട്യൂബർ ആകാൻ കാരണം എന്താ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല. ചുമ്മാ എൻ്റെ ചേച്ചിയാണ് വീഡിയോ ഇട്ടത്. ചേച്ചി വീഡിയോ ഇട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ ഡാൻസിൻ്റെ ഒക്കെ ഷോർട്സ് ഞങ്ങൾ പണ്ടെടുക്കുമായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, ആ ലോക്ക്ഡൗൺ സമയത്ത്. ആ സമയത്ത് ചേച്ചി ഇങ്ങനെ ഇടുമായിരുന്നു യൂട്യൂബിൽ. അങ്ങനെ കയറി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ സീരിയസ്നെസ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കണ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ജാൻസി വർഗീസ്. ഹോം ടൂർ വേണം. ഹോം ടൂറൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡോണ മൈക്കിൾ. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? ഡോണ മൈക്കിൾ എന്ന് പറയുന്നത് എൻ്റെ കസിനാട്ടോ. എനിക്ക് സീക്രട്ടൊന്നും ഇല്ല അങ്ങനെ. അടുത്ത ബാബുമോൻ കുട്ടൻ. ഇയാളുടെ വീട് എവിടെ? എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട്. തൊടുപുഴ വാഴക്കുളം ഇടയ്ക്കേറ്റം, അങ്ങനെ ഇടയ്ക്കേറ്റാണ് എൻ്റെ വീട്. അടുത്ത ലിൻഡ ജോബിസ്. എങ്ങനെ പോകുന്നു? സുഖമാണോ? ഹാപ്പിയാണോ? 10th കഴിഞ്ഞ് ഇനി എന്താ പ്ലാൻ? ഹാപ്പിയാണ്, സുഖമാണ്. 10th കഴിഞ്ഞ് ഇപ്പം അലോട്ട്മെൻറ്റൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. സയൻസാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൽഫ ജെയിംസ്. കസിൻസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു 3 പേരുടെ നെയിം പറയും. ഇത് ചോദിച്ചേക്കുന്നതും ഇതും എൻ്റെ ഒരു കസിനാണ്. അപ്പം എനിക്ക് 3 പേരുടെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് 3 കൂടുതൽ ആൾക്കാർ എനിക്കിഷ്ടമാണ്. അടുത്തത് ജോയൽ ജോബീസ്. ഇതും എൻ്റെ കസിനാണ്. നിങ്ങൾ വിചാരിക്കും എൻ്റെ കസിൻസ് മാത്രം ഉള്ളതെന്ന് അല്ല കേട്ടോ. അപ്പോൾ ഫാനാണ്, മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതെൻ്റെ കസിനാണ് കേട്ടോ. അടുത്തത് മൃദുല. വീഡിയോസിൽ കാണുന്ന ആ ചേച്ചി ഏതാ? വീഡിയോസിൽ കാണുന്ന ചേച്ചി അതേത് ചേച്ചി മൂത്ത ചേച്ചീനായിരിക്കും. ആ സുഖമില്ലാത്ത ചേച്ചീനായിരിക്കും. അതെൻ്റെ മൂത്ത ചേച്ചിയാണ് ചിന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ചിന്നു മിന്നു പൊന്നു. ഞാനാണ് പൊന്നു. ചിന്നുവിനെയാണ് നിങ്ങൾ വീഡിയോസിൽ മിക്കതും കാണാറ്. മിന്നുവാണ് തമിഴ്നാട്ടിനൊക്കെ പോയി നേഴ്സിംഗ് പഠിക്കുന്നത്. പിന്നെയും ഡോണ മൈക്കിൾ കസിൻ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് വൺ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഫേവറേറ്റ് എന്നൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അടുത്ത രമ്യ അരുൺ എന്ന് പറഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു. 10th ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? 10th ലൈഫ് എനിക്ക് ഒന്നും കൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു 10. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്ലാസ്സാണ് 10 കേട്ടോ. അടുത്ത ഇറ്റ് ജെ എസ് എന്നാണ് തോന്നുന്നു. ടിക്ടോക്ക് വീഡിയോസ് റിയാക്ട് ചെയ്യുമോ പ്ലീസ്? ടിക്ടോക്ക് വീഡിയോസ് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കെന്നറിയില്ല. ടിക്ടോക്ക് വീഡിയോ ഇല്ല, പക്ഷെ ടിക്ടോക്ക് ബാനായ സമയത്തും ഞാൻ ഇൻസ്റ്റ കിടന്ന് എന്തൊക്കെയോ കാണിക്കുമായിരുന്നു. അതെപ്പോഴാണ്? ഇപ്പം ഞാൻ 10 കഴിഞ്ഞു, ഒരു 7ാം ക്ലാസ് 6, 7 ആ ടൈമിൽ റീൽസ് ഉണ്ട്. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് റിയാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അത് റിയാക്ട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ആരും അത് കണ്ട് ഓടരുത്. അത് ഞാൻ ഇപ്പോഴത്തെ ഞാനല്ല, പണ്ടത്തെ ഞാനാട്ടോ. അടുത്ത മിഷേൽ മെരിയ സജീവ്. റിസൾട്ട് പറയാമോ? 10ൽ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് 8 A+ഉം 2 A ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ആ കുട്ടി തന്നെ, കുട്ടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മിഷേൽ മെരിയ സജീവ് കമ്മിറ്റഡ് ആണോ? ഇത് തന്നെയാണ് ഒരു 3-4 ക്വസ്റ്റ്യൻ വന്നത്.
കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, കമ്മിറ്റഡ് അല്ല. അടുത്ത സലീം. +2 കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? എനിക്കിതിൽ 4 പറയാനുണ്ട്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ +1 സയൻസ് എടുത്തേക്കണത്. അത് +2 കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. സയൻസ് എടുത്ത് എല്ലാത്തിനും പോകാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ ഒരു പ്ലാനായിരുന്നു സയൻസ് എടുക്കാം എന്നുള്ളത്, കാരണം എൻ്റെ ചേച്ചിയൊക്കെ സയൻസ് ആയിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ പ്ലാനില്ല. സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നേഴ്സിങ്ങിനോട് ഞാനങ്ങനെ താല്പര്യപ്പെടുന്നില്ല. വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അടുത്ത മൃദുല. സിബ്ലിങ്സ് ഉണ്ട്. ഞങ്ങൾ 3 ഗേൾസാണ്. ചിന്നു, മിന്നു, പൊന്നു. ഞാനാണ് പൊന്നു. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. ശരിക്കുള്ള പേര് സ്നേഹ, സോന, സാനിയ. ഞാനാണ് സാനിയ. അടുത്ത ചാറ്റർ ബോക്സ്. ബെസ്റ്റ് ഫ്രണ്ട് നെയിം വെച്ചാൽ എനിക്ക് കുറേയധികം ഫ്രണ്ട്സുണ്ട്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ഓരോ വർഷം ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓരോ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. പക്ഷേ ഇപ്പം എൻ്റെ കറൻറ്റ് ബെസ്റ്റ് ഫ്രണ്ട് അമീന. അത് മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമീന നിങ്ങൾക്ക് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഷോർട്സിൽ, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ. അടുത്ത സലീം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് കാരണം? അത് ഒരാൾ തന്നെ ചോദിച്ചായിരുന്നു. തുടങ്ങാൻ കാരണം ഇങ്ങനെ ഇപ്പം എൻ്റെ ചേച്ചി പണ്ടൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ പൈസ കിട്ടും അങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ പാലാപ്പള്ളി ഡാൻസ് ട്രെൻഡിങ് ആയ സമയത്ത്, ആ പാട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങളൊരു ഫുൾ ലോങ് വീഡിയോ ഇട്ടു. ഇപ്പം അതില്ല, കോപ്പിറൈറ്റ് അടിച്ചു പോയി. അപ്പം അത് 2-3 ദിവസം കൊണ്ടൊക്കെ 500K വ്യൂസൊക്കെ വന്നു. ആ സമയത്ത് ഞങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷനായി. ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് അല്ലായിരുന്നു പണ്ട്. ഇപ്പം എന്തോ 10 മില്യൺ എന്തോ വേണം മോണിറ്റൈസേഷൻ ആകാൻ. അപ്പോൾ ഞങ്ങളുടെ അന്ന് എന്തോ മോണിറ്റൈസേഷനായി. അങ്ങനെ അടുപ്പിച്ചപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തിടായിരുന്നു ഷോർട്സ്. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ ആയപ്പം ഞങ്ങൾക്കൊരിത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു യൂട്യൂബറുണ്ട്. ആ ചേട്ടൻ എടുത്തോണ്ട് കൺസെപ്റ്റ് ചേട്ടൻ പറഞ്ഞു വീഡിയോസ് ഇട്ടാൽ മതി, പൈസയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു ഇമെയിലൊക്കെ വന്നു. യൂട്യൂബിൽ നിന്നല്ല, ഗൂഗിളിൽ നിന്ന്. അപ്പോൾ ഇമെയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും എന്നൊരിത്. എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഐഫോൺ എടുക്കുന്നത്. ഐഫോൺ അല്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ വന്ന് പൈസ കിട്ടും എന്നൊരിതായിട്ടാണ് ഞങ്ങൾ ഐഫോൺ എടുത്തത്. ഇപ്പോൾ ഐഫോൺ എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഐഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. എന്താണെന്ന് എനിക്കറിയില്ല. ഐഫോൺ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഇപ്പം വീഡിയോ എടുക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ മടിയായി. പിന്നെ ഞാൻ 10 കയറി അങ്ങനെ വീഡിയോസ് ഇടാണ്ടായി. ഇപ്പോഴും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ടെന്നാണ് എൻ്റെ ഇത്. നിങ്ങൾക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കല്ലാണ്ട് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ ലോങ് വീഡിയോ പണ്ട് ചെയ്യായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ ഒരു 1.5 കൊല്ലം മുമ്പ് എൻ്റെ ഈ അക്കൗണ്ടിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. അതൊക്കെ ഞാൻ എന്താ കാണിച്ചിട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പം അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് ആ ഒരു ഇതാണ്. എനിക്കിപ്പം 2 മാസം മുമ്പെടുത്ത വീഡിയോ ഇപ്പം നോക്കിയാലും കാണുമ്പം അയ്യോ ഞാൻ എന്തീ കാണിക്കണം, അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്തീ പറഞ്ഞെന്ന് ആലോചിച്ച് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വലിയ വ്ളോഗൊക്കെ ചെയ്യാം. വ്ളോഗിടെ എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാത്തത്. ഷോർട്സിൽ തന്നെ പോകണേ. അപ്പോൾ ഞാൻ എങ്ങനത്തെ വ്ളോഗാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. കാരണം ഞാൻ 1 മാസം കൂടെ ഫ്രീ ഉണ്ട്. ഞങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റൊക്കെ ക്ലാസ് തുടങ്ങുമ്പം ജൂലൈ ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പം 1 മാസം ഉണ്ട് നമുക്ക്. അപ്പം വീഡിയോസൊക്കെ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ് എനിക്ക് ഈ വ്ളോഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വ്ളോഗ് ഒട്ടും പെർഫെക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ശരി എന്നാൽ.